ചെടി അങ്ങനെ നടക്കണമെന്നൊന്നുമില്ല. ചെടിയിൽ നിന്നൊന്നും നിങ്ങൾ കിട്ടാൻ പോണില്ല. ആ നന വേണമെങ്കിൽ തെങ്ങിന്റെ ചോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ നിന്ന് തേങ്ങയെങ്കിലും വീഴും. അതിൽ നിന്ന് 4 എണ്ണം എടുത്തിട്ട് അരക്കെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ കുറെ എണ്ണം വെട്ടിപ്പൊളിച്ചിട്ട് കൊപ്പറയാക്കിയിട്ട് എണ്ണയാക്കിയിട്ട് നമുക്ക് കഴിക്കെങ്കിലും ചെയ്യാം. എപ്പോ നോക്കിയാലും പണി പണി പണി. അകത്തേക്കൊന്ന് കയറി നോക്ക്. അകത്ത് ആ സോഫ സെറ്റ് കിടക്കണം നോക്ക്. അടുക്കള ചെന്ന് നോക്ക്. തുണിയൊന്നും അലക്കണം. ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഇന്ന് വിട്ട് നടക്കണം. എവിടെയെങ്കിലും ഒന്ന് പോകാന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്ന് വശീകരണം മുമ്പിൽ നിൽക്കുകയും ചെയ്യും. നോക്കി പഠിപ്പിക്കണം. ഫോട്ടോയിൽ കാണുമ്പോ അടാർ ലുക്കാ, നേരിട്ട് കാണുമ്പോ ആധാർ ലുക്കും. കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പൊ മിണ്ടാൻ നേരമില്ല, എന്നോട് കൊഞ്ചിക്കൊഴയാൻ നേരമില്ല, എന്നോട് സംസാരിക്കാൻ നേരമില്ല, എന്റെ അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല. ഒരകൽച്ച, ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനിങ്ങനെ ജീവിക്കണം? പൊക്കൂടെ? പറഞ്ഞു തീർന്നാ നിങ്ങള്? തീർന്നു. എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. നീ എന്ത് കാണുന്നുണ്ടെന്നാ പറയണത്? എന്ത് കാണുന്നുണ്ടെന്നാ? ഒന്നല്ല, 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം നീ പറ. നിങ്ങളെ ആ അടുക്കള നിൽക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ, ഉമ്മ വെക്കണോ, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കൊഴയണോ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. അടുക്കള നിൽക്കണ പെണ്ണ് എന്റെ ആരാടി? ഭാര്യ. നീ ഇവിടുത്തെ ആരാണ്? ചേലക്കാരി. അത് നീ മറക്കരുത്.